അതിശക്തി എന്ന് പറയുന്ന ഈ റിസോർട്ടിൽ എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചൊരു വ്യക്തിത്വമാണ് അഭിലാഷ് എന്ന് പറയുന്ന ഇതിൻ്റെ ഓണർ. ഞാൻ പറഞ്ഞ് ഒരു സമുദ്രോത്സവം ചെയ്യാം, കാരണം കോവളമാണ് ഇപ്രാവശ്യം. കോവളമൊക്കെ വൺസ് അപ്പോൺ എ ടൈം കംപ്ലീറ്റ് ടൂറിസത്തിൻ്റെ ഒരു ജോണറായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഫോറിനേഴ്സ്, അതായത് ഇംഗ്ലീഷ് കൺട്രികളോ ഇല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളുടെയോ ഫോറിനേഴ്സിൻ്റെ ഫ്ലോ ഒക്കെ കുറഞ്ഞിരിക്കുക. എന്തായിരിക്കാം കാരണം? എന്താണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കടൽ? അപ്പോൾ ഇവിടുത്തെ ബേസിക് കടലിനോടൊപ്പം തന്നെ കടൽ രുചികളും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എങ്ങനെ ഷോക്കേസ് ചെയ്യാം? ഞാൻ കുറച്ച് അറബിക്കും ചൈനീസും വിറ്റാൽ മതിയോ? അപ്പം ഞാൻ ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഹെറിറ്റേജ് ലുക്കൊക്കെയാണ്. ഇവിടെ 70 റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയിൽ നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിത്തീയലും കൊഞ്ച് തീയലും അതേപോലെ നമ്മളുടെ പുളിയും മുളകും മീൻ കറിയും ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞ് ഷെഫ് ധൈര്യമായിട്ട് പോവാം. ഇവിടെ നമുക്ക് ജീവനോടെ ഫിഷ് കിട്ടുന്നൊരു സ്ഥലമാണ്, ഇത്രയും മനോഹരമാണ്. അപ്പോൾ ഫിഷിന് ഒരു ഷോർട്ടേജും വരില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കോവളത്ത് ഇല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് നമ്മൾ തുടങ്ങുകയാണ് ഒരു ഫുഡ് ടൂറിസത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമുദ്രോത്സവം. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇത് ബാക്കിയുള്ളവർ എടുത്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയാൽ സന്തോഷം. കാരണം എൻ്റെ കേരളത്തിൽ, ഞാൻ പുറത്തെ രാജ്യത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനയിൽ ചെന്നപ്പോൾ മൊത്തം ചൈനീസ് ഫുഡാണ്. ഞാൻ തായ്ലൻഡിൽ പോയപ്പം, ഇട്ടാവട്ടം എന്ന് പറയുന്നത് തായ്ലൻഡിൽ പോയപ്പം തായ് ഫുഡാണ്. ഞാൻ പഠിച്ചതും വളർന്നതും അറബിക് രാജ്യത്താണ്, മൊത്തം അറബിക് ഫുഡാണ്. നമ്മളെ രാജ്യത്തിൻ്റെ പകുതി ആയുസേ ഉള്ളവർക്ക് പകുതി ഇതേ ഉള്ളൂ. പക്ഷെ അവരുടെ ഫുഡ് പോലും അവർ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞു. ശരിയല്ലേ? ഇന്ന് ആഹാരം ആണ് ഔഷധം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടന്ന ചൈതന്യപൂർവമായ ഒരു രാജ്യത്തിൻ്റെ മുതലാണ് ഞാനും. അതാണോ ലൈഫ്? അപ്പോൾ ഈ ഫുഡിന് ഒരു പ്രൊമോഷനുണ്ടോ? ഈ പറയുന്ന ഫുഡ് കൾച്ചറിനൊരു പ്രൊമോഷനുണ്ട്. ഈ പ്രൊമോഷന് എൻ്റെ കൂടെ നിൽക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഭക്ഷണം കഴിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് 10 പേരെടുത്തൊന്ന് പറഞ്ഞാൽ മതി. ചീത്തയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, നല്ലതാണെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞു. നേരെ തിരിച്ചവിടെ പൊതുവെ നടക്കുന്നത്. അപ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് തുടങ്ങിയെടുത്ത് ഈ ഫുഡ് ടൂറിസത്തിന് കേരള സംസ്ഥാനം തന്നെ തിരിഞ്ഞു നോക്കിയാൽ അല്ലേ, മുക്കിന് തുടങ്ങാം. തിരുവനന്തപുരം, കൊല്ലം, ശരിയല്ലേ, ആലപ്പുഴ ആയാലും ശരി, കോട്ടയം ആയാലും ശരി, എല്ലാവർക്കും ഒരു സ്റ്റൈൽ ഓഫ് ഫുഡ് മേക്കിംഗ് ഉണ്ട്. 365 ദിവസവും ഫുഡ് ഫെസ്റ്റിവൽ ചെയ്യാനായിട്ടുള്ള സമ്പത്ത് ഈ രാജ്യത്തിനുണ്ട്. അപ്പോൾ ഇതേപോലത്തെ പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ ആദിശക്തി പോലത്തെ പ്രസ്ഥാനങ്ങൾ നമ്മളുടെ ഫുഡ് കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് വന്നാലേ പറ്റും. അവർ പുറത്ത് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും അറബി രാജ്യത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളെ മറക്കരുത്. അല്ലെ, ആളുതോമയിൽ പറയുമല്ലോ, നിൻ്റെ അപ്പനിട്ട് 100 പവൻ്റെ അകത്ത് എൻ്റെ മോതിരം മുങ്ങിപ്പോയില്ലേ മോളെ. അത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. താങ്ക് യു. എൻ്റെ കൂടെ ഉള്ളത് നിസാമാണ്, BHM ഒക്കെ ചെയ്തിട്ടുള്ളത്, ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു കൺസൾട്ടൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നൊരു പേഴ്സണാലിറ്റിയാണ്. ഇത് ആദിശക്തിയുടെ ഓണറാണ്, അഭിലാഷാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 25, 26, 27, 28 4 ദിവസം ഇവിടെ പരിപാടികളുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ അടിപൊളി ഫുഡ്, അതും പഴയ പത്തിരി കൊണ്ടുവരുന്നു, പഴയ പൊറോട്ടയില്ല, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ളത്. ചായക്കടയിലൊക്കെ പണ്ട് ഇന്നല്ലേ വലിയ കിടന്നുറങ്ങാവുന്ന സാധനമല്ലേ, അതല്ല, പഴയ സാധനം. വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളെ ദേശത്തിൻ്റെ പഴയ രുചിക്കൂട്ടുകളും പഴയ ഓർമ്മകൾ 10 വരെ അറിയിക്കാൻ പറ്റണം എന്നൊരു പ്രാർത്ഥനയാണ്. താങ്ക് യു. നമ്മൾ ലഞ്ച് ടൈം തുടങ്ങുന്നത് 12 മണി തൊട്ട് അല്ലേ, 12 മണി തൊട്ട് 3 മണി വരെ ലഞ്ച്. പിന്നെ ഡിന്നർ എത്ര മണിക്ക് നമ്മൾ പോകണം? 7:30 സ്റ്റാർട്ട് ചെയ്യും, 10:30 11 വരെ പോകും. വേറെ എന്തെങ്കിലും? നമ്മൾ ഓൾ യു ക്യാൻ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് എന്നും പറഞ്ഞാണ് ലഞ്ച്. 999 ആണ് അത്. എല്ലാം സ്ക്വിഡ്, പ്രോൺസ് എല്ലാം നമ്മളതിനകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ മാത്രമല്ല, ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെല്ലാം ഫ്രീ ആണ്. അവർ വരട്ടെന്നേ, കഴിക്കട്ടെന്നേ. 8 വയസ്സ് തൊട്ട് 15 വയസ്സുള്ള കുട്ടികൾക്ക് 50%. അല്ല, ലഞ്ച് മാത്രമേ ഉള്ളൂ. ഡിന്നർ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം. അതിനകത്ത് 100 രൂപയ്ക്കുണ്ട്, 200 രൂപയ്ക്കുണ്ട്. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഈ നമ്മളുടെ ആഹാരത്തിനെ ഷോക്കേസ് ചെയ്യുന്ന രീതി, ഇപ്പോൾ കപ്പ ഫെസ്റ്റിവലും മാങ്ങ ഫെസ്റ്റിവലും ഒക്കെ വരും. നമ്മളുടെ ഒരു കിസീൻ ഫെസ്റ്റിവൽ, എനിക്ക് അറിയില്ല, നിങ്ങളൊക്കെയാണ് മീഡിയയിലുള്ളത്.
എൻ്റെ എക്സ്പീരിയൻസിൽ ഇവിടെ ആരും അത് ചെയ്യുന്നില്ല. ഈ മറ്റേ കുടുംബശ്രീയുടെയൊക്കെ മത്സരം വരുന്നതല്ല, നമ്മുടെ ഫുഡിനെ ഷോക്കേസ് ചെയ്തുകൊണ്ട്. കുടുംബശ്രീ നമുക്ക് ഷോക്കേസ് ചെയ്യാം. ഇവിടെ സമുദ്രോത്സവം, കോവളം, സംസ്ഥാനം തിരുവനന്തപുരം, അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് എല്ലാവർക്കും കഴിയണേ ഭഗവാൻ എന്നുള്ള പ്രാർത്ഥനയാണ്. വേറെ എന്തെങ്കിലും പറഞ്ഞു ഒരു മിനിറ്റ്. നമസ്കാരം, എൻ്റെ പേര് അഭിലാഷാണ്. ഞാൻ പ്രോപ്പർട്ടിയുടെ ഓണറാണ്. ഞങ്ങൾ ഇത്രയും പത്രക്കാർ സഹകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞാൻ കൊടുത്ത് എല്ലാവരും വന്നു, അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. കാര്യം ഞങ്ങളിവിടെ പ്രോപ്പർട്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഞങ്ങളങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ എന്തെങ്കിലും വിളിക്കണോ, പക്ഷെ നടക്കാറില്ല. ഞങ്ങൾ മെയിൻലി നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ് ബേസ് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള എത്ര പേർക്ക് ഇത് അറിയാമെന്ന് പോലും എനിക്കറിയണം. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ക്ലബ്ബുകാർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി വളരെ കുറച്ച് പേരെ ഇവിടെ വന്നവരുള്ളൂ എന്ന് തോന്നുന്നല്ലേ, ആദ്യമായിട്ട് വരുന്നവരാണ് അധികവും. അപ്പം അതിലുപരി നിങ്ങളെല്ലാം കുടുംബത്തിനെ ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ഡിസ്കൗണ്ട് വേണം, ഇതിങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ചെയ്തു തരാം. നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ എല്ലാവരുടെ ഫാമിലി ഉൾപ്പെടെ വരാം. കാര്യം 4 ദിവസം ആകുമ്പോൾ 4 ദിവസം നന്നായിട്ട് ഉണ്ട്. ഉച്ചതൊട്ട് ടൈം ഉണ്ടല്ലോ, വൈകുന്നേരം വരെ ഉണ്ട്, പിന്നെ വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ എല്ലായിടത്തും പോയാലും ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ഇവിടെ ഞങ്ങളുള്ളതിൽ മറ്റേ ഈ അറബിക് സാധനങ്ങളൊന്നും നമ്മുടെ മെനുവിലില്ല. അത്യാവശ്യം ഈ കേരള മെനുവും പിന്നെ നോർത്ത് ഇന്ത്യൻ മെനുവാണ് ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ഷെഫ് പറഞ്ഞപ്പം ഞങ്ങൾ അതുമായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് ചെയ്യാം, എല്ലാവരും ഒന്ന് വിളിക്കാം. കാര്യം നമ്മൾ വെറുതെ ചെയ്തിട്ട് ഇവിടെ ആരും വരില്ല. കാര്യം ഞങ്ങളൊരു പ്രോഗ്രാം ചെയ്താൽ അതിന് വരാനുള്ള ലോക്കൽ ക്രൗഡ് ഞങ്ങളുടെ മാർക്കറ്റില്ല, ഇവിടെ ഞങ്ങൾ അറിഞ്ഞുകൂടാ ആർക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഷെഫ് പറഞ്ഞാൽ നമുക്കൊരു പ്രസ് മീറ്റ് വിളിക്കാം. എത്ര പേര് സഹകരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അതിമനോഹരമായിട്ട് എല്ലാവരും സഹകരിച്ചു, അതിൽ സന്തോഷമുണ്ട്, അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിർദ്ദേശം പറഞ്ഞാൽ മതി. നിങ്ങൾ എപ്പോൾ വരും, എങ്ങനെ വരുമെന്ന് മാത്രം നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഫാമിലിയായിട്ട് വന്നാൽ ഫുഡ് കഴിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. ഇങ്ങനെ എല്ലാവരും പറഞ്ഞല്ലേ നമ്മൾ അറിയുള്ളൂ ലോക്കൽ മാർക്കറ്റിൽ. ശരി എന്നാൽ താങ്ക്സ്. ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും എന്നെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയാസാണ്. അത് ഇപ്പോൾ 24 ആയാലും കൈരളി ആയാലും അമൃത ആയാലും ഏത് ചാനലായാലും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ആകുന്നുണ്ട്. ഇപ്പോൾ റേഡിയോ മിർച്ചി ആയാലും എല്ലാവരും എനിക്ക് ഒരുപാട് എന്നെ സപ്പോർട്ട്. കാരണം എൻ്റെ ഒരു മിഷൻ ബേസ് ചെയ്തിട്ടാവാം. കാരണം ഇപ്പോൾ ഈ പണി തന്നെ പുറത്തു പോയെടുത്തത്. ഇപ്പോൾ ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ 1.5 ലക്ഷം രൂപ ശമ്പളം തരാമെന്ന സീതാരാമൻ, എൻ്റെ സൗത്ത് ഇന്ത്യൻ ഷെഫ് അസോസിയേഷൻ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. ഇഡ്ഡലിയും ദോശയും ചെയ്യാനറിയാം. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഷെഫന്മാർക്കും അടിസ്ഥാനപരമായി ഇപ്പോൾ കൺട്രി വിട്ട് പോയാൽ മതിയെന്ന്. കാരണം ലക്ഷക്കണക്കിന് രൂപ ശമ്പളമാണല്ലേ. അപ്പോൾ എന്തിനവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? അപ്പം നമുക്ക് ആൾക്കാരെ ജോലിക്കും കിട്ടുന്നില്ല. ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഏറ്റവും എഴുതി തള്ളിയ കോഴ്സാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അപ്പനും അമ്മയും കൊണ്ടാക്കും. അപ്പം അതിനുശേഷം മകൻ ഒരു 3 മാസം പണിക്ക് പോകുമ്പോൾ ഉള്ളി പൊളിക്കണം, ചൂട്. ആ കിച്ചണിൽ കയറി നോക്കുമ്പോൾ അറിയാം ഞങ്ങളെ കഷ്ടപ്പാടെന്താണ്. പുറത്തു വന്നിരുന്നുള്ള തെറിവിളിയും അകത്തുള്ള തെറിവിളിയും കേൾക്കുമ്പോൾ അവൻ പണി കളഞ്ഞിട്ട് ഇറങ്ങി ഓടും. അപ്പം ആരും അതിലോട്ട് വരുന്നില്ല. ഇപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെന്ന് ഞാനിപ്പോൾ സ്കിൽസ് 2026 എന്ന് പറഞ്ഞ് ഒരു എക്സ്പോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ആരും വരുന്നില്ല. വരുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ തന്നെ ഞാൻ പോയിരുന്നു. $300 ബില്യൺ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഒന്ന് മാസ്റ്റർ ഷെഫ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഗസ്റ്റായിട്ട് പോയാളാണ് ഞാൻ. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അതേപോലത്തെ ഇട്ടാവട്ട ഒരു രാജ്യത്ത് ഇത്രയും ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ടൂറിസം പഠിപ്പിക്കുക, കുട്ടികളെ പഠിപ്പിച്ച് ഇൻക്യുബേറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങ് കൊണ്ടുപോവുക. കാരണം അവർക്കെല്ലാം എംപ്ലോയീസാണ്. അപ്പോൾ ഇത്രയും മാൻ പവർ ഉള്ള നമ്മളെ കുട്ടികളെ ആണെങ്കിൽ പോലും നമുക്കൊന്ന് ഗൈഡ് ചെയ്യും. ഇപ്പോൾ താങ്കൾ നമ്മൾ മെഡിസിൻ പഠിക്കണം, ഡോക്ടറാണോ? നമ്മൾ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ബ്രദർ നമ്മൾ ആഹാരം കൊടുത്ത് കാശുണ്ടാക്കുന്നു അല്ലേ? നല്ല ഫുഡ് അടിച്ചു കൊടുത്ത് നല്ല ഫുഡ് കൊടുത്ത് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണം. ഇവിടെ എന്തുകൊണ്ട് ഷെഫന്മാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല? ഞാൻ പുറത്തെ രാജ്യത്ത് ചെല്ലുമ്പോൾ ഇവിടുത്തെ ഇഷ്ടംപോലെ മലയാളികൾ മാലദ്വീപ്സ്, ഓസ്ട്രേലിയ എല്ലാം പോയി കിടക്കുകയാണ്. എന്താ കാര്യം? ഇവിടെ നിലനിൽപ്പില്ല. ഇവിടെ കൊടുക്കുന്ന ചെറിയ ശമ്പളമോ, കാരണം ഇവിടുത്തെ വരുമാനം അനുസരിച്ചല്ലേ സാലറി പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ലൊരു ടൂറിസം കൊണ്ടുവന്നാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളം തന്നെ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ടൂറിസം കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ ചെയ്യുന്നത് നിങ്ങൾ മുഖാന്തരം വേറൊരാൾക്കൊരു ഉണർവായാൽ എന്തുമാത്രം ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മളിൽ എന്തൊക്കെ കിടക്കുന്നത്? പുട്ട് തന്നെ, രാഗിപ്പുട്ട് അല്ലേ, ഗോതമ്പ് പുട്ട്, ചോളപ്പുട്ട്, അരിപ്പുട്ട്, ചെമ്പാവരി പുട്ട്, ഇങ്ങനെ കിടക്കുകയല്ലേ. പുട്ടിൻ്റെ മാത്രം ഒരു ഉത്സവം നടത്തണം അല്ലേ? അപ്പോൾ അന്നം പരബ്രഹ്മം തന്നെ.
ഫുഡിനെ ബേസ് ചെയ്ത് ഞാൻ എപ്പോഴും പറയും, സിനിമാക്കാരത്ത് ഞാൻ കാണുമ്പോൾ പറയും, ഫുഡിനെ ബേസ് ചെയ്ത് കണ്ടോ സിനിമ എടുക്കുന്നത് ആൾക്കാർക്ക് ഒരു അവയർനെസ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും പ്ലേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റായി. എന്ന് വീട്ടിലെ പ്ലേറ്റ് നഷ്ടപ്പെട്ടു തുടങ്ങിയോ, എന്ന് വീടിൻ്റെ പ്ലേറ്റ് നഷ്ടപ്പെട്ടു തുടങ്ങി, അന്ന് തൊട്ട് ജീവിതം ബില്ലിലായി അവസാനിച്ചു. അപ്പോൾ ആ പ്ലേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിനും ഇതൊരു അവയർനെസ്സായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അന്നത്തെ ദിവസം നമുക്ക് പൊറോട്ടയ്ക്കും സീ ഫുഡ് ചെയ്യുന്നതിനകത്തും ലൈവ് എക്സ്പീരിയൻസ് ഉണ്ട്. ഫുഡ് ഫെസ്റ്റ് ഉണ്ട്. ഫിഷിൻ്റെ ഐറ്റംസാണ് കൂടുതൽ, സീ ഫുഡ് ഐറ്റംസാണ്. അതിൽ നമ്മൾ വാഴപ്പൂ ഫിഷ് ബിരിയാണിയെ പറ്റി ഞാൻ പറഞ്ഞു. അതേപോലെ നമ്മൾ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ കാരണം ഈ പ്രസൻറ്റേഷൻ ഒരു ഭയങ്കര ആർട്ടാണ് അല്ലേ. ഇപ്പോൾ താങ്കൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സ്റ്റേക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ ഫുഡായിട്ട് വരും, ഇറ്റാലിയൻ ഫുഡ്. സ്റ്റേക്ക് ഒരു കൾച്ചറുണ്ട് അല്ലേ, ഒരു കോണ്ടിനെൻ്റൽ ക്യൂസീൻ അല്ലേ സ്റ്റേക്ക് വരും. അപ്പോൾ ഈ സ്റ്റേക്ക് എന്ന് പറയുന്നത് 150 ഡിഗ്രിയിൽ ഒരു ഇറച്ചി കഷ്ണം തിരിച്ചും മറിച്ചിട്ട് ബട്ടറിട്ട് ഗ്രില്ല് ചെയ്ത് പുഴുങ്ങിയ പൊട്ടറ്റോ, അതാണ് പറയുന്നത് ഈ മാഷ് പൊട്ടറ്റോസ്. പേര് കേൾക്കണേ അല്ലേ, പേര് കേൾക്കുമ്പോൾ എന്താ, ഗ്രിൽഡ് ചിക്കൻ, ഗ്രിൽഡ് മീറ്റ് അല്ലേ, വിത്ത് മാഷ് പൊട്ടറ്റോ, സ്റ്റീംഡ് വെജിറ്റബിൾസ്, എന്താ പുഴുങ്ങിയ വെജിറ്റബിൾ, അതാണ് സ്റ്റീംഡ് വെജിറ്റബിൾസ്. ഇതിന് വാങ്ങിക്കുന്നത് 580 രൂപ 650 രൂപ. ഇവിടെ ഞാൻ പോത്ത് പോയി വാങ്ങിച്ച് ഒരു ചെറിയ ഉള്ളി, തക്കാളി, പിന്നെ മറ്റേ കാന്താരി, ഇതെല്ലാം ഇട്ട് ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ 100 രൂപ. നമ്മൾ ആലോചിച്ചോളാം. നമ്മളെ ഫുഡിനകത്ത് വെളിച്ചെണ്ണയുടെ വില എന്തായിരുന്നു? നേരെ മറിച്ച് ഒരു